ഹലോ, നിങ്ങളെത്തിയില്ലേ? ഹലോ മുതലാളി, കൂലി കൂട്ടിയിട്ടുണ്ട്. എല്ലാരും കൂലി കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട്. 1500 കൂലി വന്ന് പറയുന്നുണ്ട്. ആരും വരുന്നുണ്ട്. 1500? അതൊന്നും പറ്റില്ല. പഴയ കൂലിക്കാണെങ്കിൽ പോരെ. മുതലാളി പഴയ കൂലി ആണെങ്കിൽ ആരും വരില്ലേ? അങ്ങനെയാണെങ്കിൽ വരണ്ട, ഞാൻ വേറെ നോക്കിക്കോളും. ഹലോ, ഞാൻ സൈറ്റിലുണ്ട്. പണിക്കാരൊന്നും എത്തിയിട്ടില്ല. ബംഗാളികൾ 1500 രൂപ ഒക്കെ ചോദിക്കുകയാണ്. എങ്ങനെ എനിക്ക് മുതലാവുക? നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? മകൻ വിളിച്ചിട്ട് ഒരു സ്വൈരം തരുന്നില്ല. ഇതിപ്പോൾ എന്ന് തീരാനാണ്? അതിനെക്കുറിച്ച് പേടിക്കണ്ട. പണി നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ തീർക്കും. ഈ 4 ബംഗാളികളെ കണ്ടിട്ടൊന്നുമല്ലല്ലോ നമ്മളിത് തുടങ്ങിയത്. അത് പേടിക്കൊന്നും വേണ്ടാന്ന്. അച്ഛാ, അതാ ഫോൺ അടിക്കണോ. ബാബുണല്ലോ. ബാബു, നമ്മളിപ്പോ ബംഗാളികൾക്ക് അടിയറവ് പറഞ്ഞിരിക്കല്ലേ. നമ്മളെ തലപ്പോ അവരെ കാലിന്റെ ഇടയിലാ. ഈ സമയത്താണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. ഇങ്ങനെ അങ്ങോട്ട് നാണം കേടൊന്നും ഇല്ലാന്ന്. എൻ്റെ അടുത്തുണ്ട് 2-3 ആൾക്കാർ. അവരെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ നമ്മളെ ചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ. ചന്ദ്രൻ്റെ അടുത്തുണ്ടാവും ആൾക്കാർ. ഇത് അങ്ങനെ അങ്ങോട്ട് വിടാനൊന്നും പറ്റില്ലല്ലോ നമുക്ക്. ഹലോ, എന്തുണ്ട് വിശേഷം? ഞാൻ അവിടെ ഉണ്ട്, സൈറ്റിലുണ്ട്. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. നമ്മൾ ഈ സമയത്ത് ഒരുമിക്കണം. വിളിക്കരുത് അവന്മാരെ. റൂമിലൊരു 4-5 ദിവസം പട്ടിണി കിടക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരും. പണിയുണ്ടോ വെച്ചിട്ട്. മലയാളിയോട് അവരെ കളി. ഞാൻ എൻ്റെ കയ്യിലൊരു 4 ആളുണ്ട്. ഞാൻ 2 വിട്ടാക്കാം കേട്ടോ. വിട്ടുകൊടുക്ക് ബാബുവിന്. അല്ല പിന്നെ ഓക്കെടാ. ഹലോ മനോട്ടാ, ഒക്കെ സെറ്റായിട്ട് കേട്ടോ. നാളെ 7 ആൾക്കാർ പണിക്കേണ്ടി വരും. മലയാളികളെന്നേ. ഓക്കെ. ബംഗാളി കോപ്പ്.